ഹലോ ഫ്രണ്ട്സ്, ഹായ് എവ്രി വൺ. എല്ലാവർക്കും സുഖമല്ലേ? ക്രിസ്മസ് ഒക്കെ അടുത്താവാറായി. ഇന്ന് നമ്മൾ എന്താ നമ്മുടെ വ്ളോഗിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ എൻ്റെ വീട് ഡെക്കറേറ്റ് ചെയ്യുവാണ്. ക്രിസ്മസ് ട്രീ ഒക്കെ വയ്ക്കുക, ഞാൻ ക്രിബ് വയ്ക്കുക, അതായത് പുൽക്കൂട്. പിന്നെ ഞാൻ പല ഡെക്കറേഷൻസും ഞാൻ ഓർത്തു എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കൊച്ചിപ്പോൾ സ്കൂളിൽ പോയിരിക്കുവാണ്. ഇന്ന് തേഴ്സ്ഡേ ആണ്. കം വിത്ത് മീ, ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ ക്രിബാണ്, എൻ്റെ പുൽക്കൂടാണ്. ഇത് ജസ്റ്റ് ഒരു സ്റ്റൂൾ എടുത്തേക്കുക, ഇച്ചിരി പൊടിഞ്ഞിരിക്കുക, ബട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെയെങ്കിലും. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. കം വിത്ത് മീ ഫ്രണ്ട്സ്. ഇത് നമ്മുടെ ക്രിബിനകത്തുള്ള റെഡിമെയ്ഡ് സാധനങ്ങളാണ്. നമ്മളൊരു കടലാസിൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. എല്ലാ വർഷവും നമ്മൾ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളത് എല്ലാ വർഷവും നമ്മളത് സേഫാക്കി പാക്ക് ചെയ്തൊക്കെ വെക്കുന്നതാണ്. ന്യൂ ഇയർ ആകുമ്പം തിരിച്ചെല്ലാം എടുത്ത് വെക്കണം. അങ്ങനെ നമ്മൾ ഈ ഓരോരോ കടലാസിൽ നിന്ന് ഓരോരോ പേപ്പർ നമ്മൾ ഓരോരോ സാധനങ്ങൾ ക്രിസ്മസിന് റിലേറ്റഡ് ക്രിബിനകത്ത് എന്തൊക്കെയാണ് വെക്കേണ്ടത് പുൽക്കൂട്ടിനകത്ത് അതൊക്കെയെല്ലാം ഞാൻ എടുത്തെടുത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും കാണാമല്ലോ, ആടുണ്ട്, കിങ്സ് ഉണ്ട്, കുറേ എന്താ പറയുക, ക്യാമലുണ്ട്, ഗോട്ടുണ്ട്. ക്രിസ്മസ് രാത്രിയിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു നമ്മുടെ യേശു ക്രിസ്തു ജനിച്ചപ്പം അതിനുള്ള ഒരു ചെറിയ സെറ്റപ്പാണ് ഞാൻ എൻ്റെ ക്രിബിൽ ചെയ്യുന്നത്, പുൽക്കൂട്ടി ചെയ്യുന്നത്. അപ്പോൾ കുറേ സാധനങ്ങൾ എന്തെങ്കിലുമുണ്ട്, അതൊന്ന് ഞാൻ അറേഞ്ച് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ വയ്ക്കുന്നത്. അങ്ങനെ ഞാൻ അറേഞ്ചൊക്കെ ചെയ്യുവാണ്. ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ കാണുന്നുണ്ട് എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ലൈക്ക് ഇടാൻ നിങ്ങൾ മറന്നു. അപ്പോൾ എൻ്റെ വീഡിയോസിന് ലൈക്കും ഇടണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. ഇപ്പോൾ ക്രിസ്മസ് മന്താണ്, ന്യൂ ഇയർ മന്താണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാം അറേഞ്ച്മെൻറ്റ്സ് സ്റ്റാർട്ടായി. ക്രിസ്മസിന് വേണ്ടിയെല്ലാം ഒരുക്കമാണ്. ഇത് ബേബി ജീസസിനെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് നമ്മൾ സെൻറ്ററിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. ജോസഫും വെച്ചിട്ടുണ്ട് അതിനടുത്ത്. ഇപ്പം നമ്മൾ ഇവിടെ ക്രിസ്മസ് ട്രീനെ നമ്മൾ ക്രിസ്മസ് ബോൾസ്, ക്രിസ്മസ് ബെൽസ്, ഗിഫ്റ്റ്സ് ഇതൊക്കെ നമ്മളിട്ട് അറേഞ്ച് ചെയ്യുവാണ് ക്രിസ്മസ് ട്രീയിൽ. അങ്ങനെ ഞാൻ എൻ്റെ ക്രിസ്മസ് ട്രീയും ഡെക്കറേറ്റ് ചെയ്തു. ഫൈനൽ ലുക്കൊക്കെ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയിൽ വ്ളോഗിൽ കാണിച്ചു തരാം, എങ്ങനെയാണ് എൻ്റെ ക്രിസ്മസ് ട്രീയും എൻ്റെ പുൽക്കൂട്ടി ഇരിക്കുന്നു. ഇപ്പം ഞാൻ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഗായ്സ്, ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ എല്ലാം കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഹലോ ഫ്രണ്ട്സ്, അവർ കുളിച്ചൊക്കെ വന്ന്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വിൽസൺ ചേട്ടൻ വന്നേക്കുവാണ്. ഇവിടെ നമ്മുടെ ഫൈനൽ പുൽക്കൂട് ലുക്ക് ഇതാണ് ഗായ്സ്. ഇതെൻ്റെ വീടിൻ്റെ ക്രിസ്മസ് ട്രീയും വീടിൻ്റെ വെളി ഡെക്കറേറ്റ് ചെയ്ത് ഞാനെല്ലാം വെച്ചേക്കുവാണ്. ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക് ഗൈസ് ഓഫ് മൈ ക്രിബ് ആൻഡ് ക്രിസ്മസ് ട്രീ. ഇത് പഞ്ചം മ്യൂസിക് അക്കാഡമിയുടെ ബോർഡ്, നമ്മുടെ പഴയ ബോർഡ് ഓൾറെഡി നമ്മൾ എപ്പോഴും നമ്മുടെ വീടിന് മുന്നേ ഒരു ബോർഡുണ്ട്. എൻ്റെ മമ്മി നടത്തുന്നതാണ് ഈ മ്യൂസിക് അക്കാഡമി വീട്ടിൽ തന്നെ. അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൽസൺ ചേട്ടനെ വിളിച്ചേക്കുന്നത്. വിൽസൺ ചേട്ടൻ നമ്മുടെ 2001 മുതൽ ഉള്ള മ്യൂസിക് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇവിടെ വന്ന് പഠിച്ച് പഴയ സ്റ്റുഡൻ്റാണ്. നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെയും ഈ 42 വാർഡിൻ്റെ ഇലക്ഷനിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാർ നല്ല സഹായമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും നല്ലപോലെ എല്ലാ വർഷം എൻ്റെ ഫാദർ മരിച്ചു പോയോണ്ട് ഇങ്ങനെ എൻ്റെ ഫാദർ ക്രിസ്മസ് സ്റ്റാറൊക്കെ വെക്കുന്നത്. പക്ഷേ എൻ്റെ ഫാദർ പോയപ്പോൾ തൊട്ട് വിൽസൺ ചേട്ടനാണ് എല്ലാ വർഷവും ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കുന്നത്, നമുക്ക് ഹെൽപ്പ് ചെയ്യുക. അതോടെ നമ്മൾ പഞ്ച മ്യൂസിക് അക്കാഡമിയുടെ ബോർഡും വിൽസൺ ചേട്ടനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്താണ്. ഫൈനലി വിൽസൺ ചേട്ടൻ നമ്മുടെ ക്രിസ്മസ് സ്റ്റാറൊക്കെ ഇടുവാണ്.
അങ്ങനെ നമ്മുടെ ക്രിസ്മസ് എത്താറായി ഫ്രണ്ട്സ്. അതിന് മുമ്പത്തെ ഒരു ഒരുക്കവും അതിന് മുമ്പത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സാണ് നമ്മുടെ ഈ വ്ളോഗിൽ നിങ്ങൾ കാണുന്നത്. സോ ഇതിനകത്തൊരു റെഡ് ലൈറ്റാണ് സ്റ്റാറിൻ്റെ അകത്ത്. അതൊക്കെ ഞാൻ കാണിച്ചും തരാം എൻ്റെ അടുത്ത വ്ളോഗിൽ, ക്രിസ്മസ് വ്ളോഗ് വരുമ്പം. സോ ഫൈനലി നമ്മുടെ സ്റ്റാറൊക്കെ ഇട്ട് കഴിഞ്ഞു വിൽസൺ ചേട്ടൻ. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ വെളിയിലാണ്, കാണിച്ചു തരാം. ഫൈനലി പഞ്ച മ്യൂസിക് അക്കാഡമി ബോർഡ് റെഡിയാണ്. നമ്മുടെ വീടെല്ലാം നല്ലോണം നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തോ ഫ്രണ്ട്സ്? എപ്പോഴാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്? സോ അതെല്ലാം കമൻറ്റ്സ് ഇടാൻ മറക്കില്ലേ. അൺടിൽ ദെൻ ബൈ.